ഇത് എൻ്റെ മോള് പ്രത്യക്ഷ, 17 വയസ്സാണുള്ളത്. ഇന്ത്യയിൽ ഇന്ന് വരെ ആർക്കുമില്ലാത്ത ഒരു അസുഖമാണ് എൻ്റെ മകൾക്കുള്ളത്. അതായത് ശരീരത്തിലെ ബ്ലഡ് വെസൽസ് പൊട്ടി രക്തം വാർന്നു പോകുന്ന ഒരു അസുഖമാണ്. അത് ഡെയിലി 17-18 പാട് വരെയാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പാടുകളാണിത്. പിന്നെ നല്ലവരായ കുറേ ആളുകൾ നമുക്ക് പാടുകൾ തന്നു സഹായിച്ചിട്ടുണ്ട്. ഈ അസുഖത്തിൻ്റെ പേര് എയർലൈസ് ഡാനോൾഫ് ഫൈൻഡ് ടൈപ്പ് 4 എന്നാണ്. വാസ്കുലർ ടൈപ്പാണ്. ഇന്ന് വരെ ഈ ഒരു അസുഖത്തിന് ഒരു മരുന്ന് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. അമേരിക്കയിൽ റിസർച്ച് നടക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ കൈകളിലേക്ക് ഇതുവരെ മരുന്ന് എത്തിയിട്ടില്ല. ഞങ്ങൾ പോണ്ടിച്ചേരി ജിപ്മർ ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. നമുക്കാണെങ്കിൽ ഒരു മാസം പോകാൻ ഏകദേശം 40-45 രൂപയോളം ചിലവ് വരുന്നുണ്ട്. കൊട്ടാരക്കര നിന്നാണ് ട്രെയിന്. അപ്പോൾ ട്രെയിനിന് കയറി നമ്മൾ വിൽപ്പുറം എന്ന സ്ഥലത്തിറങ്ങും. അവിടുന്ന് പിന്നെ വീണ്ടും നമ്മൾ രാത്രി 12 മണിക്കാണ് അവിടെ ചെല്ലുന്നത്. അവിടുന്ന് പിന്നെ വീണ്ടും നമ്മൾ ഒരു ടാക്സി എടുത്താണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. പിന്നെ എത്ര ദിവസം അവിടെ നിൽക്കണം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചെന്ന് കഴിയുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. എല്ലാ മാസവും നമുക്ക് മുടങ്ങാതെ ഹോസ്പിറ്റലിൽ പോകണം. നമുക്കൊരു റെയിൽവേ പാസ് ഇതുവരെ അനുവദിച്ച് കിട്ടിയിട്ടില്ല. MP-മാരെ, MLA, കേന്ദ്രമന്ത്രി, അങ്ങനെ വേണ്ട ബാലാവകാശ കമ്മീഷൻ, കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ എല്ലാവരെയും കണ്ടു. അവരവരാൽ കഴിയുന്ന രീതിയിൽ അവർ നമുക്ക് ഓരോ ലെറ്ററും തന്നിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞിൻ്റെ അസുഖത്തിന് ഇന്ന അസുഖമാണെന്നോ അതിന് റെയിൽവേ പാസ് അനുവദിച്ച് കൊടുക്കണമെന്ന്. നമുക്ക് ഒരിക്കൽ പോലും ട്രെയിനിൻ്റെ ടിക്കറ്റ് കൺഫേം ആയിട്ട് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റ് ശരിയായി കിട്ടും, ചിലപ്പോൾ തിരിച്ചു വരുന്നുണ്ട്, നമുക്ക് ടിക്കറ്റ് കിട്ടാറില്ല. ഇതാണെങ്കിൽ കുഞ്ഞിൻ്റെ ഫയലാണ്, ഹോസ്പിറ്റലിലെ ഫയലാണ്. ഇതിനകത്തിലാണെങ്കിൽ ജിപ്മർ ഹോസ്പിറ്റൽ പുതുച്ചേരി, കുഞ്ഞിൻ്റെ പേര്, അഡ്രസ്സ്, എല്ലാ മാസവും നമ്മൾ പോകുന്നുണ്ട്. 2018 മുതൽ നമ്മൾ അവിടെയാണ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. പിന്നെ നമ്മളെല്ലാ മാസവും ചെല്ലുമ്പോൾ ഇങ്ങനെ എല്ലാ മാസവും നമ്മൾ ചെല്ലുന്ന ഡേറ്റും അതും സമയം അവർ അതായത് സീൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാസവും പോയി. ഇനി അടുത്ത മാസം 8-ാം തീയതിത്തേക്കിന് നമ്മൾ പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ മാത്രമേ നമുക്കറിയത്തുള്ളൂ എത്ര ദിവസം അവിടെ നിൽക്കണം, എങ്ങനെയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ ഡോക്ടേഴ്സിനെയും കാണുന്നതുകൊണ്ട് നമുക്ക് എന്ന് പോയി എന്ന് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റില്ല. കുഞ്ഞ് പഠിക്കാൻ മിടുക്കിയാണ്. അവൾ 5-ാം ക്ലാസ് മുതൽ +2 വരെ സ്കൂളിൽ പോയിട്ടില്ല. മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കുഞ്ഞ് പഠിച്ചത്. അവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും ഒക്കെ ഹെൽപ്പ് കൊണ്ടാണ് അവൾക്ക് +2 വരെ എത്താൻ കഴിഞ്ഞത്. പിന്നെ +2ൻ്റെ മാർക്ക് വന്നപ്പം അവൾക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. തുടർന്ന് പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് BSc സൈക്കോളജി എടുത്തു. ആദ്യം കിട്ടിയ കോന്നി തവളപ്പാറ കോളേജിലാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്നിൽ സുരേഷ് സാറ് MBA ചെന്ന് കണ്ടു.